ഒളിക്യാമറ വിഷയത്തിൽ വണ്ടിപ്പെരിയാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷിന്റെ തല പോലീസ് അടിച്ചുപൊട്ടിച്ചു. മറ്റ് നേതാക്കൾക്കും പരിക്ക്. ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാറിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വസ്ത്രം മാറുന്ന മുറികൾ കൂടാതെ ശുചിമുറിയിൽ അടക്കം ഒളിക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ വൈശാഖ് KS-നെ സൈബർ പോലീസ് പിടികൂടിയിരുന്നു. സംഭവം ഇന്നാണ് വാർത്തയായത്. ഒരാഴ്ച മുമ്പ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വൈശാഖ് തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വ്യാപകമായ പ്രതിഷേധങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇയാൾക്കെതിരെ നടക്കുന്നത്. ഇതിനിടയിൽ പ്രതിഷേധം അറിയിച്ച് വണ്ടിപ്പെരിയാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പശുമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് തടയുകയും ഇടിച്ചു കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് പോലീസ് ലാത്തി വീശിയതിൽ യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ എബിൻ കുഴുവേലി, R ഗണേശൻ, മണ്ഡലം ഭാരവാഹികളായ ബാബു ആൻഡപ്പൻ, രാജൻ കൊഴുമാക്കൽ, ഷാരി ബിനുശങ്കർ തുടങ്ങിയ നേതാക്കൾ സംസാരിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷമാക്കിയ പോലീസിനെതിരെ നാളെ മുഴുവൻ പ്രവർത്തകരെയും അണിനിരത്തിയുള്ള ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.